പെരുമ്പാവൂർ നഗരസഭ ചെയർപേഴ്സൺ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നതെന്ന് ആരോപിച്ച് ഇടതുപക്ഷ കൗൺസിൽ അംഗങ്ങൾ ചെയർപേഴ്സന്റെ റൂമിന് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു. ചെയർപേഴ്സന്റെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കുക, കൗൺസിൽ കൂടുമ്പോൾ പ്രതിപക്ഷത്തിനും സംസാരിക്കുവാൻ അവസരം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDF കൗൺസിലർമാർ ചെയർപേഴ്സന്റെ മുറി ഉപരോധിച്ചത്. ചെയർപേഴ്സന്റെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി സി പണിക്കരും കൗൺസിലർമാരും ആവശ്യപ്പെട്ടു. 15/7/2026 കൂടിയ കൗൺസിൽ യോഗത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി സി പണിക്കരോട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷറഫ് പറഞ്ഞിട്ടുള്ള അപമാനിക്കുന്ന ഈ വാക്കുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന്, അതായത് 16/7/2026 കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സണോട് എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കാൻ അവസരം തരണമെന്നാവശ്യപ്പെട്ടു. ആ ആവശ്യത്തിൻ്റെ പുറത്ത് ചെയർപേഴ്സൺ അനുവദിക്കുകയും അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റ് കൗൺസിലർമാർ പറഞ്ഞു അതിവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വച്ചപ്പോൾ ഡോക്ടർ അജി സി പണിക്കരെ തടയുകയാണുണ്ടായത്. നമുക്കറിയാം, നിയമസഭയിലൊക്കെ MLA-മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സ്പീക്കറാണ്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അതിനൊപ്പം വേണം. നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരുടെ അഭിമാനവും അവരുടെ പ്രവർത്തനങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇന്ന് ഇതിനോട് നീതി കാണിക്കുകയോ ഇതിനോട് അനുഭാവപൂർവ്വം പെരുമാറുകയോ ചെയ്യാതെ ആരോ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ സംസാരം തടയുകയാണുണ്ടായത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നഗരസഭയുടെ കൗൺസിലിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി തീർച്ചയായിട്ടും ചെയർപേഴ്സൺ ചെയ്യേണ്ടിയിരുന്നത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപമാനങ്ങൾ പറയാൻ അനുവദിക്കുകയും അതവിടെ പറഞ്ഞു തീർക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം ഇത് വലുതാക്കി ഇന്ന് തീർച്ചയായിട്ടും ഷറഫിനെ സംരക്ഷിക്കുന്ന ഇത്തരത്തിൽ മുൻകാലത്തും ഷറഫിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒത്തിരി നടപടികളുണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയും മേലിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്കറിയാം, എല്ലാ കൗൺസിലർമാരെയും സംരക്ഷിക്കണം. വിശിഷ്യ ഒരു സ്ത്രീയോടുള്ള ഈ അപമര്യാദയായി പെരുമാറിയത്, ഈ അപമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് പരിഹാരമുണ്ടാകണം. ഇതിന് മറ്റ് നടപടികളുമായി ഈ കൗൺസിൽ LDF അംഗങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, ചെയർപേഴ്സൻ്റെ ധിക്കാരപരമായ ഏകപക്ഷീയമായ നിലപാടുകളിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഇന്ന് ചെയർപേഴ്സൻ്റെ ക്യാബിൻ ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. പോലീസ് നടപടി ഉണ്ടായാലും മറ്റേതൊരു നടപടിക്കും ഞങ്ങൾ തയ്യാറാണ്. ഇതിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം. കൗൺസിലർമാരുടെ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ വളരെ വൈകാരികമായി തന്നെ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ചെയർപേഴ്സണോട് പെർമിഷൻ ചോദിച്ചത്. ചെയർപേഴ്സൺ ആ പെർമിഷൻ തരികയും ചെയ്തു. ആ വിഷയം അവതരിപ്പിക്കുവാനായി എണീറ്റ അവസരത്തിൽ കോൺഗ്രസ് UDF-ൻ്റെ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് വലുതായ പ്രതിഷേധമുണ്ടാകുകയും എനിക്ക് വിഷയം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തു. ഈ UDF-ൻ്റെ അംഗങ്ങളുടെ വാദഗതി കേട്ട ഉടനെ തന്നെ അനുവാദം തന്ന ചെയർപേഴ്സൺ അജണ്ടയ്ക്ക് ശേഷമാകാം ബാക്കി ചർച്ച എന്ന രീതിയിൽ വാക്കുമാറുകയാണ് ചെയ്തത്. ഒരു കൗൺസിൽ യോഗത്തിൽ ഒരംഗത്തിന് സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയും ആ അംഗം സംസാരിക്കാനായി എണീറ്റ ഉടനെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആ അനുവാദം പിൻവലിക്കുകയും ചെയ്ത ചെയർപേഴ്സൻ്റെ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇന്ന്
ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൽ പല വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തിക ക്രമക്കേടുകളുടെ ഫയലുകൾ പാസ്സാക്കിയതായി ഇവരുണ്ടാക്കിയ മിനിറ്റ്സ് ആയിരുന്നു. ആ മിനിറ്റ്സിൻ്റെ വിഷയം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് വീട്ടിൽ പോയി പറ എന്ന് എസ് ഷറഫ് പല പ്രാവശ്യം ആവർത്തിച്ചു. വീണ്ടും ഞാൻ വകവയ്ക്കാതെ സംസാരിക്കുകയാണ് എന്ന് കണ്ടപ്പം വീട്ടിൽ പോയി പണിക്കരോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛന് വിളിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഒരിക്കലും എനിക്ക് ഒരു സംഭവം കേട്ട് ശീലമില്ല. എൻ്റെ ജീവിതത്തിൽ ആരും ഇതുവരെ എൻ്റെ അച്ഛന് പറഞ്ഞിട്ടുമില്ല. ആരുടെയും അച്ഛന്മാരെ ഞാനും പറഞ്ഞിട്ടില്ല. ആ ഒരു വിഷയം മരിച്ചുപോയ എൻ്റെ അച്ഛന് പറഞ്ഞ ആ ഒരു വിഷമം കൗൺസിലിൻ്റെ മുമ്പാകെ പറയാനും ഇനിയൊരു വനിതാ കൗൺസിലർമാർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനുമാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു വനിതയായിട്ടുള്ള ചെയർപേഴ്സൺ വനിതകളുടെ വിഷമം മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വിഷയമാണ്. ഇത്തരത്തിൽ ചെയർപേഴ്സൺ ഏകാധിപത്യപരമായിട്ടാണ് പെരുമാറുന്നത്. UDF അംഗങ്ങളുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള UDF അംഗങ്ങൾ വളയ്ക്കുന്ന വളയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ചെയർപേഴ്സൺ ഉള്ളത്. പല കാര്യങ്ങൾ നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വശംവദയായി പോകുന്നു ചെയർപേഴ്സൺ പലപ്പോഴും എന്ന് ഞങ്ങൾക്ക് തോന്നലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് സ്ത്രീത്വത്തിൻ്റെ സംരക്ഷണമാണ്. എസ് ഷറഫ് രണ്ടാമത്തെ വട്ടമാണ് എന്നോടിങ്ങനെ മോശമായി പെരുമാറുന്നത്. മോശമായ വാക്കുകളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നത് ഷറഫ് ശീലമാക്കി മാറ്റിയേക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരെ പോലും ഷറഫ് കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഹെൽത്തിലെ ഒരു ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുകയും പിന്നീട് അയാളുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞതിന് ശേഷം അയാളെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ഇന്ന് എനിക്ക് നേരെ പറഞ്ഞ ഷറഫ് നാളെ ഇവർക്ക് നേരെ പറയുകയില്ല എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ഇവിടുത്തെ വനിതാ കൗൺസിലർമാർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയർപേഴ്സൻ്റെ ഓഫീസിന് മുന്നിൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുവരാതെ ഷറഫിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പുവരാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയില്ല എന്നുള്ളതാണ് തീരുമാനം. എന്നാൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ആരോപിക്കുന്നതെന്നും വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പറഞ്ഞു. കൗൺസിലിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ഇത്തരം നാടകീയ രംഗങ്ങൾ ഇന്നലെ 15-ാം തീയതി 15/7 നടന്ന സാധാരണ ഒരു കൗൺസിലിൽ സാധാരണ കൗൺസിൽ തുടങ്ങിയ അന്ന് മുതൽ നമ്മളൊരു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. കൗൺസിൽ തുടങ്ങി കൗൺസിലിൻ്റെ അവസാന ഭാഗത്താണ് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്നലെ കൗൺസിൽ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പ് നടന്ന കൗൺസിലിൻ്റെ 3 അജണ്ടകൾ ആ അജണ്ടകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. 3 അജണ്ടകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ റൂമുകൾ മോടി പിടിപ്പിക്കുന്നതിന് കസേര ടേബിൾ ഉൾപ്പെടെ കാര്യങ്ങൾ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 99,000 രൂപ മുൻകൂർ അനുമതിയോടുകൂടി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ റൂമിലേക്കും ഈ കാര്യങ്ങൾ കൃത്യമായി മേടിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി വന്ന അജണ്ടയെ എതിർക്കുകയും അവരെ വിയോജിപ്പോടുകൂടി അജണ്ട പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെയർപേഴ്സൺ ഇന്നലെ ഉണ്ടായിരുന്ന 20 അജണ്ടകളും പാസ്സാക്കിയതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് കൗൺസിൽ പിരിയാനുണ്ടായത്. ഇന്നത്തെ കൗൺസിൽ 16-ാം തീയതി ഇന്ന് നടന്ന കൗൺസിലിന് കഴിഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ HMCയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അടിയന്തരമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ LDF കൗൺസിൽ അംഗങ്ങൾ കൊടുത്ത മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചിട്ടുള്ളത്. എന്നാൽ ആ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ കൗൺസിൽ കാളിൽ വളരെ ധിക്കാരപൂർവ്വം ഒരുപാട് ലഹളി ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുകയും കൗൺസിലിൽ ഇന്ന് ഉണ്ടായിരുന്ന അജണ്ട വായിച്ച് പാസ്സാക്കേണ്ട കാര്യമില്ലാന്ന് ചർച്ച ചെയ്യാതെ പിരിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങളെല്ലാം തീർത്തും നമ്മുടെ പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലിൻ്റെ ഈ ഇത്രയും നാളുള്ള കാലങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നെ കാലങ്ങളായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ ഒരു കാര്യത്തിന് എനിക്ക് ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെ ആളുകൾക്ക് നുണ പറയേണ്ടതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. സത്യസന്ധമായി ഇപ്പോൾ പല സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷ അംഗങ്ങൾ നുണ പറയുന്നതെന്നാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നുണയും പറയുന്ന ഒരു സമീപനം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് നേരിട്ട് എവിടെ പരിശോധിച്ചാലും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ട് തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ LDF കൗൺസിലങ്ങൾ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് അത്തരം കാര്യങ്ങൾ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുന്നതൊന്നുമല്ല. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഐകണ്ഠേന ഇപ്പോൾ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ പാസ്സായി പോകുന്ന നിലപാടാണുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളോട് നമുക്കൊരിക്കലും ഐകണ്ഠേന പാസ്സാകുമ്പോൾ നമുക്കൊരു യോജിപ്പില്ല. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് നമ്മൾ പാസ്സാക്കേണ്ടത്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തിക്കൊണ്ട് സഭയിൽ കൗൺസിലിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തീർത്തും തെറ്റായ
ഒരു രീതിയിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇവിടുത്തെ അന്വേഷിച്ചാൽ അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ഇവിടെ നടക്കുന്ന ഈ പ്രഹസനം ഇതിന് ഇപ്പം എനിക്ക് തോന്നുന്നപ്പോൾ നിരവധിയായ തന്നെ ഈ കൗൺസിൽ വന്നിട്ട് 6 മാസക്കാലമായുള്ളൂ. ഈ 6 മാസക്കാലങ്ങളിൽ എത്ര സമരങ്ങൾ ചെയ്തിട്ടുള്ളവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ തന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇന്നലെ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിട്ടാണ് അവർ ആ സമരം ചെയ്തത്. ഇതിനെ ഇവിടുന്ന് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി താഴെ ചെന്ന് അവരപ്പം തന്നെ ബ്ലാക്ക് കാർഡ് എടുത്ത് വെച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കണം എന്താ, ഇതെനിക്ക് മുമ്പ് ഒരു ധാരണയുടെ പുറത്താണ് ഇവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ല. നയപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറുള്ള ആളുകളാണ് ഈ കൗൺസിലുള്ളത്. അപ്പോൾ എൻ്റെ ഈ 21 വർഷത്തെ കാലത്തെ പ്രവർത്തന പരിചയം വെച്ച് ഒരു കൗൺസിലുകളും ഇല്ലാത്ത രീതിയിലുള്ള തെറ്റായ അല്ലെങ്കിൽ വാർത്തകൾ നൽകുന്ന തീർത്തും തെറ്റായ വാർത്തകളാണ് നൽകുന്നത്. പെരുമ്പാവൂരിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കാറുള്ളത്. അച്ഛനെ വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. അച്ഛനെ വിളിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ കൗൺസിലുണ്ടായ ചർച്ചകൾ തീർത്തും തെറ്റായ രീതിയിൽ അച്ഛനെങ്കിൽ 2 ഭാഗത്തു നിന്നും വ്യക്തിപരമായ രീതിയിലുള്ള ഒരു അച്ഛൻ്റെ കൗൺസിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൗൺസിൽ അംഗങ്ങൾ ചേർന്ന് നോക്കിയാണ് സംസാരിക്കേണ്ടത്. അതിന് പകരം വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുന്നവർക്ക് ശരിയല്ല. പിന്നീട് ചേർന്ന് നോക്കി സംസാരിക്കണം, ചേർന്ന് നോക്കി സംസാരിക്കുക. അതിനാരും ഇവർ വ്യക്തിപരമായിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് ഓർമ്മ നടത്തുന്നവർക്ക് ശരിയായ നടപടിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന് കൂട്ടിനിൽക്കുന്ന ആളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ 2 പേരെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നയപരമായിട്ട് നല്ല രീതിയിൽ പരിഗണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.